പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അനാവശ്യ പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷം. ജന്തർ മന്ദറിലെ പോലീസ് നടപടിയിൽ വിശദീകരണം വേണമെന്നാവശ്യപ്പെട്ടാണ് ബഹളം തുടരുന്നത്. വിഷയത്തിൽ അമിത്ഷാ സഭയിൽ സംസാരിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജന്തർ മന്ദറിലെ പാറ്റ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടി സംബന്ധിച്ച് സഭയിൽ സംസാരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. പാർലമെന്റിന് മുന്നിൽ അമിത്ഷാ സഭയിൽ എത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ ജാർഖണ്ഡിൽ വിദ്യാർത്ഥികളുടെ നേർക്കുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ മറുപടി ആവശ്യപ്പെട്ട് NDA എംപിമാരും പ്രതിഷേധിച്ചു. ഭരണപ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം നേർക്കുനേർ എത്തിയപ്പോൾ സംഘർഷം ഒഴിവാക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വലയം തീർക്കേണ്ടി വന്നു. ഇരുസഭകളിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് അരങ്ങേറിയത്. മംഗൾ മിലനിൽ NDA എംപിമാർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക വീശി 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന ബിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചർച്ച കൂടാതെ ലോക്സഭ പാസാക്കി. जो सदस्य इसके पक्ष में है वो हाँ कहें, जो सदस्य विरोध में है वो ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ. ജനം, ഡൽഹി.